കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. ഇവിടെ പ്രശ്നം നോക്കാമെന്ന് ഒരാളെ ചോദിച്ചതാണ്. തിരുമേനി, ജീവിതം എന്ന് പറഞ്ഞാൽ ഭാഗ്യങ്ങളാണ്, ഭാഗ്യപരീക്ഷണങ്ങളാണ്. അപ്പം എന്നും ഇത് ഭാഗ്യപരീക്ഷണങ്ങൾ മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാവും. മിക്കവരും കാണാൻ കുറച്ചാൾ സുഖമായിരിക്കും, കുറച്ചാൾ സന്തോഷമായിരിക്കും, ചിലർക്കാണെങ്കിൽ മിക്സഡ് ആയിട്ടായിരിക്കും വരുന്നത്. എന്നും ഈ പരീക്ഷണങ്ങൾ കുറച്ച് സാമ്പത്തികം ഉണ്ടാകും, ചിലവാകും, പിന്നെ കുറച്ച് സാമ്പത്തികം ഉണ്ട്, ചിലവാകും. അങ്ങനെ ചില അവസ്ഥകളിൽ അതിനെ ശകടയോഗം എന്നൊക്കെ പറയാറുണ്ട്. സാമ്പത്തികം നല്ല രീതിയിൽ വന്നു, അല്ലെങ്കിൽ ഉറച്ചയായിട്ട് വന്ന് ചിലവായി ഒന്നുമില്ലാതായി പിന്നെ ഉയർന്നു പോവുക, ഈ ഗ്രാഫ് പോലെ. അപ്പൊ നമുക്ക് ശകടയോഗം എന്ന് അതിനെ പറയാറുണ്ട്, അവസ്ഥയെ പറയാറുണ്ട്. അപ്പൊ എന്നും ഭാഗ്യപരീക്ഷണങ്ങളിൽ പെട്ടെന്ന് നിൽക്കുന്ന നക്ഷത്രക്കാർ എന്നിവർക്ക് പരീക്ഷണങ്ങളായിരിക്കും. ഓരോ ദിവസവും ഇവര് തരണം ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നക്ഷത്രക്കാരെ നമുക്ക് നോക്കിയാലോ. അശ്വതി, രോഹിണി, പുണർതം, മകം, പൂരം, അത്തം, അനിഴം, തിരുവോണം, അവിട്ടം. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒന്നും ഞാൻ പറയില്ല, കുറച്ചു പേർക്കെങ്കിലും, എല്ലാവർക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ജാതകം എല്ലാവരും ഞാൻ അറിഞ്ഞിരിക്കണം. ഒരു നക്ഷത്രത്തിൽപ്പെട്ട 1 വയസ്സുള്ളവരും ഉണ്ട്, 100 വയസ്സുള്ളവരും ഉണ്ട്. അപ്പം ജാതകം കൂടി പരിശോധിച്ചെങ്കിൽ കൂടുതലായിട്ട് ഇവരെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഭഗപരീക്ഷണങ്ങൾ, നമ്മളെല്ലാം ഭഗവാന്റെ കയ്യിലെ കളിപ്പാവുകളാണ്. ഭഗവാൻ എങ്ങനെ ചലിപ്പിക്കുന്നു ആ രീതി ചലിക്കുന്ന ആൾക്കാർ അല്ലേ. നമ്മൾ ഈ നിൽക്കുന്നു, ശ്വസിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, ആൾക്കാർ ഇടപെടുന്നു, സാമ്പത്തികം വരുന്നു, പോകുന്നു, ജീവിതം, ഇതെല്ലാം ഈശ്വരൻ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ട പ്രോഗ്രാംസാണ് അല്ലേ. ഓരോ ദിവസം നമ്മൾ വിചാരിക്കുന്ന നടക്കുന്നത്, നടന്നപ്പോൾ എന്തോ ആയിരുന്നു, നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഭാഗ്യപരീക്ഷണപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ എന്നും ഇങ്ങനെ മതിയോ എന്ന് അവനവൻ ചിന്തിക്കണം. ഗുണം വരുന്നതിന് ഈ ഈശ്വരനെ തന്നെ പ്രാർത്ഥിച്ചാൽ മതിയോ എന്ന് സംശയിക്കും. മതി. ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മുടെ വിഷയങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ പറ്റും. എങ്ങനെ പ്രാർത്ഥിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം, ഏത് ദൈവത്തിനെ പ്രാർത്ഥിക്കണം, എന്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടുന്ന വിഷയം. മനുഷ്യന് അറിയാവുന്നതിനെക്കാട്ടി കൂടുതൽ അറിവുകേടുകളാണ് കൂടുതൽ. അറിവ് എന്നുള്ള വെളിച്ചം അറിവില്ലായ്മ എന്നുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ പൂർണ്ണമാകുന്നത്. അറിവില്ലായ്മ മാറി അറിവെന്ന് പറഞ്ഞ വെളിച്ചം ജീവിതത്തിൽ എത്തുമ്പോൾ ഈശ്വരാനുഗ്രഹമായി പിന്നെ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പോസിറ്റീവായി, നെഗറ്റീവ്സ് എല്ലാം മാറി. അപ്പം നമ്മുടെ ജാതകത്തിൽ ദോഷങ്ങൾ പരിഹരിച്ചും ഗുണങ്ങളെ ഈശ്വരപ്രാർത്ഥനയോട് വർദ്ധിപ്പിച്ചും മുന്നോട്ട് പോവുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരാം, കണ്ടുമുട്ടാം, സമ്പാദിക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.